Hello everyone, welcome back to yet another video of Natural Lines. Today I would like to deal with a short story that is A Long Walk with Granny, and it is written by Ruskin Bond. Actually, this particular short story is included in the 8th standard Kerala state syllabus. So I'm moving to the സ്റ്റോറി പാർട്ട്. ഞാൻ ഈ ഒരു സ്റ്റോറിയുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനാണ് കൊടുക്കുന്നത്. ആൻഡ് ബിഫോർ മൂവിങ് ടു ദി ഷോർട്ട് സ്റ്റോറി ഐ വുഡ് ലൈക്ക് ടു ഷെയർ സം ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദി ഓദർ. നമ്മൾ എഴുതിയ ഓദറിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആൻഡ് ദ ഓദർ ഈസ് റസ്കിൻ ബോണ്ട്. ഹി വാസ് ബോൺ ഇൻ ദ ഇയർ 1934 ആൻഡ് അദ്ദേഹം സ്റ്റിൽ ഇപ്പോഴും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ റൈറ്റിങ്സ് നമുക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു റൈറ്ററാണ്. ഇന്നും അദ്ദേഹം ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുന്നു. ഹി വാസ് ബോൺ അറ്റ് കസൗളി ഇൻ ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലുള്ള കസൗളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. For over 50 years, Bond has experimented with different genres of writing, including novels, short stories and memoirs. അതായത് ഒരു 50 വർഷക്കാലമായിട്ട് നമ്മളുടെ ഈ ഒരു റസ്കിൻ ബോണ്ട്, നമ്മുടെ ഈ ഒരു റൈറ്റർ, അദ്ദേഹം പല വെറൈറ്റീസ് ഓഫ് റൈറ്റിംഗ്, പല തരത്തിലുള്ള എഴുത്തുകൾ അദ്ദേഹം പരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം നോവൽസ് എഴുതിയിട്ടുണ്ട്, ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്, മെമ്മോയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചില എക്സ്പീരിയൻസസിനെ ബേസ് ചെയ്ത് എഴുതുക എന്നുള്ളത്. അങ്ങനെയുള്ള ഒത്തിരി റൈറ്റിങ്സ് ചെയ്തിട്ടുള്ളൊരു റൈറ്ററാണ് റസ്കിൻ ബോണ്ട്. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ്, അദ്ദേഹത്തിൻ്റെ ഒത്തിരി വർക്ക്സുകളുണ്ട്, എങ്കിലും ഏറ്റവും പ്രശസ്തമായ കുറച്ച് വർക്കുകൾ ഇവിടെ കൊടുത്തേക്കുവാണ്, ഫേമസ് ആയിട്ടുള്ളത്. ദ റൂം ഓൺ ദി റൂഫ്, അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ദെഹ്റ, എ ഫ്ലൈറ്റ് ഓഫ് പീജിയൻസ്, ദ ബ്ലൂ അംബ്രല, എക്സെട്ര. ദെൻ ഹി വാസ് awarded the ജോൺ ലെവില്യൻ റൈസ് പ്രൈസ് in 1957. അദ്ദേഹത്തിന് ഒത്തിരി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതിൽ 1-2 അവാർഡ്സ് അവിടെ കൊടുത്തേക്കുവാണ്. ഒന്ന് ജോൺ ലെവില്യൻ റൈസ് പ്രൈസ് ആണ്, അത് 1957. അതുപോലെ സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 1992. ദെൻ പത്മശ്രീ ഇൻ 1999 ആൻഡ് പത്മഭൂഷൺ ഇൻ 2014. ഞാൻ ടെക്സ്റ്റിലുള്ള അതേ ഡീറ്റെയിൽസ് മാത്രമേ നമ്മളുടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആൻഡ് എക്സ്ട്രാ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ദിസ് ഈസ് ആക്ച്വലി ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. ആൻഡ് ഐ എം മൂവിങ് ടു ദി സ്റ്റോറി, ദാറ്റ് ഈസ് ഹാവ് യു എവർ സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഗ്രാൻഡ് പാരൻസ്. നമ്മളോട് ഈ ഒരു ടെക്സ്റ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു കഥ തുടങ്ങുമ്പോൾ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ഓർ വാസ് യുവർ ആക്ടിവിറ്റി വിത്ത് ദം? അവരുമായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ആക്ടിവിറ്റി എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കളിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ആക്ടിവിറ്റി ആയിട്ടാണ് അവരുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത്? Let's join a grandson and grandmother on their journey and explore the beauty of the landscape and the warmth of their relationship. അപ്പോൾ അങ്ങനെയുള്ള ഒരു മുത്തശ്ശിയുടെയും അല്ലെങ്കിൽ പേരക്കിടാവിൻ്റെയും, അല്ലെങ്കിൽ അതായത് മുത്തശ്ശിയുടെ കൊച്ചുമകൻ്റെയും കഥയാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അവരുടെ യാത്രയിലേക്ക് നമുക്കും കൂടാം. അതുപോലെ തന്നെ അവരുടെ നാടിൻ്റെ ഭംഗിയും, അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കൂടുതൽ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദ ടൈറ്റിൽ ഓഫ് ദി സ്റ്റോറി ഈസ് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. ഇനി നോക്കാം. ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റൻറ്റ് റോർ ഓഫ് ദ റിവർ ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ്. അതായത് ഗ്രാനിക്ക് നമ്മുടെ റിവറിൻ്റെ, അതായത് പുഴ ഇങ്ങനെ റോർ എന്ന് പറഞ്ഞാൽ അലർച്ചയെന്ന അർത്ഥം. അതായത് പുഴയുടെ ആ ഒരു ശബ്ദം, പുഴ ഒഴുകുന്ന ആ ഒരു വലിയ ശബ്ദം ഗ്രാനിക്ക് കേൾക്കാൻ സാധിക്കും. ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ്, അതായത് പൈൻ മരങ്ങൾ പൂത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ പൈൻ മരങ്ങളുടെ ആ ട്രീസിൻ്റെ ആ ഒരു സ്മെല്ല്, ആ പൈൻ മരങ്ങളുടെ പൂക്കളുടെയും കായകളുടെയും ആ ഒരു മണം ഗ്രാനിക്ക് അറിയാൻ പറ്റും. ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹർ ഗ്രാൻഡ്സൺ മണി. പിന്നെ ഗ്രാനിക്ക് എന്താ കേൾക്കാൻ പറ്റുന്നത്? മുത്തശ്ശിക്ക് എന്താ കേൾക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അറിയാൻ പറ്റുന്നത്? മുത്തശ്ശിയുടെ കൊച്ചുമകൻ്റെ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ പ്രസൻസും ഗ്രാനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഗ്രാൻഡ്സൻ്റെ പേരെന്താണ്? മണി എന്നാണ്. ഷി കുഡിൻറ്റ് സീ ദ റിവർ ഓർ ദ ട്രീസ്. ഗ്രാനിക്ക് മരങ്ങൾ കാണാനോ പുഴ കാണാനോ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഗ്രാനിക്ക് കേൾക്കാൻ പറ്റും, സ്മെല്ല് ചെയ്യാൻ പറ്റും, പക്ഷെ കാണാനായിട്ട് ഗ്രാനിക്ക് അത്ര വിഷൻ ഇല്ല, അല്ലാതെ കാഴ്ച കുറവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. She could only make out Mani's fuzzy hair and sometimes his blackberry eyes and the gleam of his teeth when he smiled. പിന്നെ എന്താ കാണാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിയുടെ ഫസി ഹെയർ, അതായത് മണിയെ ഇങ്ങനെ പിടിക്കുമ്പോൾ അവൻ്റെ ആ ഒരു
അത്ര സ്മൂത്ത് അല്ലാത്ത, ഫസി എന്ന് പറയുന്നത് നോട്ട് സോ മച്ച് സ്മൂത്ത്, പക്ഷേ ഇച്ചിരി സ്മൂത്തായിട്ടുള്ള എന്നാൽ അധികം സ്മൂത്ത് അല്ലാത്ത ഒരു ലിറ്റിൽ കേളി ആയിട്ടുള്ള ഒരു മുടിയാണ് നമ്മളുടെ മണിക്കുള്ളത്. അപ്പോൾ ആ മണിയുടെ ആ ഫസി ഹെയർ മേലെ ഗ്രാൻഡ് മദറിന് തൊട്ടാൽ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് സംടൈംസ് ഹിസ് ബ്ലാക്ക്ബെറി ഐസ്, ചില സമയത്ത് അവൻ്റെ നല്ല കറുത്ത കണ്ണുകൾ, അതുപോലെ തന്നെ ആൻഡ് ദ ഗ്ലീം ഓഫ് ഹിസ് ടീത്ത്, അവൻ ചിരിക്കുമ്പോൾ അവൻ്റെ പല്ലിന് ആ ഒരു ഗ്ലീം എന്ന് പറഞ്ഞാൽ തിളക്കം, ആ ഒരു തിളക്കം മനസ്സിലാക്കിയാൽ ഗ്രാനിക്ക് മനസ്സിലാകും അത് തൻ്റെ കൊച്ചുമോനായിട്ടുള്ള മണിയാണെന്നുള്ളത്. അതായത് ഗ്രാനിക്ക് കാഴ്ച കുറവാണ്. ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്, അതായത് മുത്തശ്ശി എപ്പോഴും ധരിക്കുന്നത് ഒരു പഴയ ഒരു കണ്ണടയാണ് മുത്തശ്ശിക്കുള്ളത്. ഷീ ഹാഡ് ബീൻ വെയറിങ് ദം ഫോർ വെൽ ഓവർ 10 years, ഒരു 10 വർഷത്തിന് മേളിലായി മുത്തശ്ശി ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെർ ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റെഡിലി വീക്കർ, അതായത് എപ്പോഴും മുത്തശ്ശിയുടെ കണ്ണിൻ്റെ ഈ ഒരു കാഴ്ച മങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, അതായത് വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദി ഗ്ലാസസ് വെർ നൗ സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്, മുത്തശ്ശിയുടെ കണ്ണിൻ്റെ ഈ ഒരു കാഴ്ച കുറഞ്ഞു വരുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയുടെ കണ്ണട നല്ലൊരു കണ്ണടയല്ല. അതെന്താ പറ്റിയിരിക്കുന്നത്? അത് സ്ക്രാച്ച്ഡ് ആണ്, അതായത് അതിൽ സ്ക്രാച്ചസ് ഉണ്ട്, അത് സ്പോട്ടഡ് ആണ്, അത് കുറേ കുത്തും അതിലുണ്ട്. അതായത് ആ കണ്ണട ശരിക്കും പറഞ്ഞാൽ 10 വർഷത്തിന് മേലെയായി ഉപയോഗിക്കുന്നത്. അപ്പം ആ കണ്ണടയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സോ ദർ വാസ് വെരി ലിറ്റിൽ ഷീ കുഡ് സീ ത്രൂ ദം. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ണട വെക്കുമ്പോൾ ആ കണ്ണടയിലൂടെ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞത് മങ്ങിയ കാഴ്ചയായിരിക്കും. അതുകൊണ്ട് മുത്തശ്ശിക്ക് ഒന്നും തന്നെ മര്യാദക്ക് കാണാൻ പറ്റില്ല. മണി ആൻഡ് ഹിസ് ഫാദർ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ഹൈ ടൈം ഗ്രാനി ഹാഡ് ഹെർ ഐസ് ടെസ്റ്റഡ് ആൻഡ് ഗോട്ട് ഹെർസെൽഫ് ന്യൂ ഗ്ലാസസ്. അപ്പം മണിയുടെ അച്ഛനും തീരുമാനിക്കുകയാണ് പുതിയൊരു കണ്ണട വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കണ്ണ് പരിശോധിച്ച് പുതിയൊരു കണ്ണട വാങ്ങിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതായത് സമയം ഒരുപാട് വൈകിപ്പോയി, ഇനിയും അത് വൈകിക്കൂടാ എന്ന് മണിയുടെ അച്ഛനും പറയുവാണ്. വെൽ വി കാൺ ഗെറ്റ് ദം ഇൻ ദ വില്ലേജ് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയുവാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, ഈ കണ്ണടയൊന്നും നമ്മളുടെ ഈ നാട്ടിൽ, നമ്മുടെ ഈ വില്ലേജിലൊന്നും കിട്ടില്ല. മണി സെഡ്, യു വിൽ ഹാവ് ടു ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ മുസൂറി, ദാറ്റ്സ് ദ നിയറസ്റ്റ് ടൗൺ. അപ്പം മണി പറയുവാണ്, എന്തിനാ നമ്മുടെ നാട്ടിൽ നോക്കുന്നത്, നമുക്ക് മുസൂറിയിലുള്ള ഐ ഹോസ്പിറ്റലിൽ പോയിട്ട് കണ്ണെന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ കണ്ണടയൊക്കെ വാങ്ങിക്കാം. ദാറ്റ്സ് ദ നിയറസ്റ്റ് ടൗൺ, നമ്മുടെ അടുത്തുള്ള ടൗൺ അതല്ലേ, നമുക്ക് അവിടെ പോകാം എന്ന് മണി പറയുവാണ്. ബട്ട് ദാറ്റ്സ് എ 2-day ജേർണി പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയുവാണ്, പിന്നെ നീ പറയുന്ന പോലെയൊന്നുമല്ല, 2 ദിവസം എടുക്കും മുസൂറിയിലേക്ക് പോകാനായിട്ട്, 2 ദിവസത്തെ യാത്രയുണ്ട്. അതായത് ഗ്രാനി ഓരോ ന്യായങ്ങൾ പറഞ്ഞ് പോകാതിരിക്കാനായിട്ട് നോക്കുകയാണ്. ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. കണ്ടോ, ഗ്രാനി ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞ് യാത്ര മുടക്കാൻ നോക്കുകയാണ്. ഷി ഡിഡ് നോട്ട് വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. അതിന് പ്രധാന കാരണം ഗ്രാനിക്ക് മണിയെ വിട്ട് നിൽക്കാൻ പറ്റില്ല എന്നാണ്. കാരണം 2 ദിവസത്തെ യാത്രയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യാത്രയിൽ മണിയെ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ട് പോകാനായിട്ട് മുത്തശ്ശിക്ക് പറ്റില്ല. അപ്പോൾ പാർട്ടഡ് ഫ്രം മണി, കണ്ടോ, മണീനെ ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ട് മുത്തശ്ശിക്ക് പോകാനായിട്ട്, മണീനെ വിട്ട് പിരിയാനായിട്ട് മുത്തശ്ശിക്ക് പറ്റില്ല. ഹി വാസ് 11 ആൻഡ് ക്വൈറ്റ് കേപ്പബിൾ ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്. അവനാണെങ്കിലോ 11 വയസ്സുണ്ട്, അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ അവന് നന്നായിട്ടറിയാം. ബട്ട് ഗ്രാനി ഹാഡ് brought him up ever since his mother had died when he was only a year old. അപ്പോൾ 11 വയസ്സുള്ള നമ്മുടെ മണീനെ ഒറ്റക്കിട്ട് പോകാനായിട്ട് ഗ്രാൻഡ് മദറിന് ഇഷ്ടമല്ല. അതിൻ്റെ കാരണം എന്താണ്? കാരണം മണിയുടെ അമ്മ മണിക്ക് 1 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാണ്. സോ അന്ന് തൊട്ട് മണിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നമ്മളുടെ മുത്തശ്ശിയാണ്. അപ്പോൾ മുത്തശ്ശി മണിയെ വിട്ട് ഒരിക്കലും നിന്നിട്ടില്ല. ഷി വാസ് ഹിസ് നാനി, മെറ്റേണൽ ഗ്രാൻഡ് മദർ. കണ്ടോ, അതായത് മണിയുടെ മെറ്റേണൽ ഗ്രാൻഡ് മദറാണ് മുത്തശ്ശി, അതായത് മണിയുടെ അമ്മയുടെ അമ്മയാണ്. അപ്പോൾ അമ്മയില്ലാത്ത ആ ഒരു ജീവിത സാഹചര്യത്തിൽ മണിയെ നോക്കിയത് ആരാണ്? മണിയുടെ മുത്തശ്ശിയാണ്, അല്ലേ? അപ്പം മുത്തശ്ശിക്ക് ഒരിക്കലും മണിയെ വിട്ട് പിരിയാനായിട്ട് പറ്റില്ല. നാനി എന്ന് പറയുന്നത് ഹിന്ദിയിൽ മുത്തശ്ശി എന്നാണ് അർത്ഥം. ആൻഡ് ഹാഡ് കെയർഡ് ഫോർ ബോയ് ആൻഡ് ഫാദർ. അന്ന് മണിയുടെ അമ്മ മരിച്ചതിന് ശേഷം മണിയെയും മണിയുടെ അച്ഛനെയും ഒരേപോലെ വളരെ നന്നായിട്ട് നോക്കിയത് ഈ മുത്തശ്ശിയാണ്. ആൻഡ് ദി കൗസ് ആൻഡ് ദി ഹെൻസ് ഇൻ ദ ഹൗസ് ഹോൾഡ്. അവരെ മാത്രമല്ല, പശുക്കളെയും കോഴീനെയും വീട്ടിലുള്ള മറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഈ നാനിയാണ്, അതായത് ഈ ഗ്രാൻഡ് മദറാണ്. വിത്ത് ഗ്രേറ്റ് എനർജി ആൻഡ് ഡിവോഷൻ, അതായത് ഭയങ്കര എനർജിയും ഭയങ്കര ഡിവോഷൻ, അതായത് ഭയങ്കര
സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഈ ഗ്രാൻഡ്മ ചെയ്തിരുന്നത്. ഐ ക്യാൻ മാനേജ് ക്വൈറ്റ് വെൽ ഷീ സെഡ്. അപ്പം മുത്തശ്ശി പറയുകയാണ്, ഇതൊന്നും കുഴപ്പമില്ലെന്ന്, ഞാൻ മാനേജ് ചെയ്തോളാം. നൗ ലിസൺ സെഡ് മണീസ് ഫാദർ സ്റ്റേൺലി. അപ്പോൾ പെട്ടെന്ന് മണിയുടെ ഫാദർ നല്ല സ്റ്റേൺ ആയിട്ട്, അല്ലെങ്കിൽ സ്റ്റേൺലി എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹം പറയുവാണ്, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്കൂ, വി ആർ നോട്ട് സെൻഡിങ് യു ഓഫ് ഓൺ യുവർ ഓൺ, ഐ വിൽ ടേക്ക് യു ടു മുസോറി. അപ്പോൾ അച്ഛൻ പറയുവാണ്, മണിയുടെ അച്ഛൻ പറയുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് മുസോറിയിലേക്ക് പോകണ്ട, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറയുവാണ്. ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്, ഹൗ കുഡ് ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്. അപ്പം മുത്തശ്ശി ചോദിക്കുകയാണ്, അപ്പം ഞാനും നിങ്ങളും കൂടി, അതായത് മണിയുടെ ഗ്രാൻഡ് മദറും അച്ഛനും കൂടി ഐ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ കുട്ടിയുടെ കാര്യം ആര് നോക്കും, കുട്ടി ഇവിടെ ഒറ്റയ്ക്കല്ലേ, എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു, എങ്ങനെ അവൻ ഒറ്റയ്ക്കിരുത്തി ഇവിടെ പോകും നമ്മൾ എന്ന് മുത്തശ്ശി പറയുവാണ്. ദെൻ ഐ ടേക്ക് ടു മുസൂറി സെഡ് മണി ഈഗർലി. അപ്പോൾ ഇതിനിടയ്ക്ക് മണി കയറിയിട്ട് പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യും, ഞാൻ കൊണ്ടുപോവാം മുത്തശ്ശീനെ മുസൂറിയിലേക്ക് എന്ന് പറയുകയാണ്. ഐ ഹവ് ബീൻ ടു മുസോറി ബിഫോർ വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്, ഐ നോ വെർ വി ക്യാൻ സ്റ്റേ. അപ്പോൾ അവൻ പറയുവാണ്, ഞാൻ മുസൂറിയിലൊക്കെ പോയിട്ടുള്ള ഒരാളാണ്, ഞാൻ സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയിട്ടുണ്ട്, എനിക്കറിയാം നമുക്ക് എവിടെ താമസിക്കാൻ പറ്റുമോ എന്നൊക്കെ, ഞാൻ സ്ഥലമൊക്കെ എനിക്കറിയാം. ബട്ട് എന്നിട്ട് അവൻ പറയുകയാണ്, പക്ഷേ എന്താണ്, ഒരു പ്രശ്നമുണ്ട്. എന്താണ് അവൻ പറയുന്നത്? ഹി പോസ്ഡ് എ മൊമെൻറ്റ് ആൻഡ് ലുക്ക് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ് ഗ്രാൻഡ് മദർ. അതായത് ഇങ്ങനെ സംശയത്തോടെ ഇങ്ങനെ നിന്നിട്ട് അവൻ അച്ഛനെയും നോക്കി മുത്തശ്ശിയെ നോക്കി. എന്താണ്? യു വുഡൻ ബി ഏബിൾ ടു വാക്ക് ഓൾ ദ വേ ടു നെയിൻ, വുഡ് യു ഗ്രാനി? അപ്പോൾ അവൻ പറയുവാണ്, ഒരു പ്രശ്നമുണ്ട്, ഞാൻ കൊണ്ടുപോവാം, പക്ഷേ മുത്തശ്ശിക്ക് അത്രയും ദൂരം നടക്കാൻ പറ്റുമോ? അതായത് നെയിൻ എന്ന് പറയുന്നത് അവിടെ, അതായത് ഇവരുടെ വീട്ടിൽ നിന്ന് നെയിനിലേക്ക്, അതായത് ബസ് സ്റ്റോപ്പിലേക്ക് പോകണമെങ്കിൽ അത്യാവശ്യം നടക്കണം. അപ്പോൾ അവിടം വരെ മുത്തശ്ശിക്ക് നടക്കാൻ പറ്റുമോ എന്നൊരു സംശയം നമ്മുടെ മണിക്കുണ്ട്. അതാണ് മണി ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്നത്. ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയുകയാണ്, എനിക്ക് നടക്കാനൊക്കെ ഒരു കുഴപ്പമില്ല, ഞാൻ നടന്നോളാം. ഐ മേ ബി ഗോയിങ് ബ്ലൈൻഡ് ബട്ട് ദർ ഇസ് നത്തിങ് ഫോർ മൈ ലെഗ്സ്. അതായത് എൻ്റെ കണ്ണിനെ കുഴപ്പമുള്ളൂ, എനിക്ക് കാഴ്ച കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ എൻ്റെ കാലിന് പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് യു ആർ 70 ഗ്രാനി. അപ്പോൾ അവൻ പറയുവാണ്, മുത്തശ്ശിക്ക് 70 വയസ്സുണ്ട്. വാട്ട് ഹാസ് ദാറ്റ് ഗോ ടു ഡു വിത്ത് ദാറ്റ്? ആൻഡ് ബിസൈഡ്സ് ഇറ്റ് ഡൗൺ ഹിൽ ടു നെയിൻ ആൻഡ് അപ്പ് ഹിൽ കമ്മിങ് ബാക്ക്, അപ്പ് ഹിൽ ഈസ് ഈസിയർ സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയാണ്, 70 വയസ്സുണ്ടെങ്കിൽ എന്താ കുഴപ്പം, എനിക്ക് നടക്കണതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ പോകുന്ന സമയത്ത് ഇച്ചിരി കുത്തനെയുള്ള, അതായത് താഴ്ന്ന സ്ലോപ്പാണ്, ഡൗൺ ഹിൽ ടു നെയിൻ, അതായത് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ സ്ലോപ്പാണ് നമ്മൾ പോകുന്ന വഴിക്ക്. പക്ഷെ തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ എന്താണ്, ആ സ്ലോപ്പ് മുകളിലേക്കാവും. അപ്പം മുകളിലേക്ക് കയറാൻ എനിക്ക് കുഴപ്പമില്ല, ഇറങ്ങുമ്പോൾ മാത്രം ചെറിയ അല്പം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ എനിക്ക് കുഴപ്പമില്ല, ഞാൻ തിരിച്ചു വരുമ്പോഴും ഭംഗിയായിട്ട് ഞാൻ കയറി നടന്നൊക്കെ പോന്നോളാം. അങ്ങനെ ഗ്രാനി പറയുവാണ്. Now that she knew money might be accompanying her, she was more than ready to make the journey. അപ്പോൾ മുത്തശ്ശിക്ക് ഇപ്പം ഐ ഹോസ്പിറ്റലിൽ പോകാൻ, മുസൂറി പോകാൻ ഇച്ചിരി താല്പര്യമൊക്കെ ഉണ്ട്. കാരണം മുത്തശ്ശി നോക്കുമ്പോൾ കൂടെ ആരാ വരുന്നത്, മണിയാണ് വരുന്നത്. അപ്പോൾ കൊച്ചിനായിട്ട് പോകുമ്പോഴേക്കും എന്താ പറയുക, മുത്തശ്ശി ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു യാത്രയിൽ. അപ്പോൾ മുത്തശ്ശിക്ക് വേണമെങ്കിൽ ഒന്ന് ഐ ഹോസ്പിറ്റലിൽ പോകാം എന്നുള്ളൊരു ഒരു 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 ആഗ്രഹമൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. വൈൽ വി ആർ ഇൻ മുസോറി വി വിൽ ഗെറ്റ് സം സീഡ്സ് ആൻഡ് ബൾബ്സ്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, പിന്നെ നമ്മൾ മുസോറിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സീഡ്സ് വാങ്ങിക്കാം, കുറച്ച് ബൾബ് വാങ്ങിക്കാം, അതായത് കുറച്ച് വിത്തൊക്കെ നമുക്ക് വാങ്ങിക്കാം, അതുപോലെ ബൾബൊക്കെ വാങ്ങിക്കാം. ആൻഡ് എ ന്യൂ ബെൽ ഫോർ ദി വൈറ്റ് കൗ, നമ്മുടെ പശുവിന് നമുക്കൊരു ബെല്ല് വാങ്ങിക്കാം, അതായത് ഇങ്ങനെ കഴുത്തിലിടുന്ന മണിയുണ്ടല്ലോ അത് വാങ്ങിക്കാം. ആൻഡ് എ പുള്ളോവർ ഫോർ യുവർ ഫാദർ, നിൻ്റെ അച്ഛനൊരു പുള്ളോവറും വാങ്ങിക്കാം. പുള്ളോവർ എന്ന് പറഞ്ഞാൽ ഈ സ്വെറ്റർ പോലത്തെ ഒരു ബനിയൻ ടൈപ്പ് ഓഫ് ആ ഒരു ഡ്രസ്സാണ്. ആൻഡ് ഷൂസ് ഫോർ യു, നിനക്കാണെങ്കിൽ ഒരു ഷൂവും വാങ്ങിക്കാം. നൗ ജസ്റ്റ് എ മിനിറ്റ് സെഡ് മണീസ് ഫാദർ. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മണിയുടെ അച്ഛൻ പറയുവാണ്, ഒന്ന് നിർത്തിക്കേ ഒരു മിനിറ്റ് എന്ന് പറയുവാണ്. ആർ യു ഗോയിങ് ദർ ടു ഹാവ് യുവർ ഐസ് ടെസ്റ്റഡ് ഓർ ആർ യു ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്? അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, നിങ്ങൾ സത്യത്തിൽ പോകുന്നത് കണ്ണ് ടെസ്റ്റ് ചെയ്യാനാണോ, അല്ലെങ്കിൽ എന്തിനാണ്, മറ്റേ ഷോപ്പിംഗ് ട്രിപ്പിനാണോ നിങ്ങൾ പോകുന്നത്? ഐ ഹാവ് ഗോട്ട് ഓൺലി 100 റുപ്പീസ് ടു സ്പെയർ, എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു 100 രൂപയേ ഉള്ളൂ. യു വിൽ ഹാവ് ടു മാനേജ് വിത്ത് ദാറ്റ്, അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളണം എന്ന് അച്ഛൻ പറയുവാണ്. വി വിൽ മാനേജ് സെഡ് മണി. മണി പറയുവാണ്, കുഴപ്പമില്ല അച്ഛാ, ഞങ്ങൾ മാനേജ് ചെയ്തോളാം. വി വിൽ സ്ലീപ്പ് അറ്റ് ദ ബെസ്റ്റ് ഷെൽട്ടർ, ഞങ്ങൾ ബെസ്റ്റ് ഷെൽട്ടറിൽ കിടന്ന് ഉറങ്ങിക്കോളാം, കുഴപ്പമില്ല, വേറെ എവിടെയും തങ്ങാനൊന്നും പോകുന്നില്ല, കാരണം തങ്ങിയിട്ടുണ്ടെങ്കിൽ പൈസ ആവുമല്ലോ, അപ്പം ഞങ്ങൾ ബെസ്റ്റ് ഷെൽട്ടറിലൊക്കെ കിടന്ന് ഉറങ്ങിക്കോളാം എന്ന് പറയാണ്. നോ വി വോണ്ട് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഐ ഹാവ് ഗോട്ട് 50 റുപ്പീസ് ഓഫ് മൈ ഓൺ, വി വിൽ സ്റ്റേ അറ്റ് എ ഹോട്ടൽ. എൻ്റെ കയ്യിൽ ഒരു 50 രൂപയും കൂടി ഉണ്ട്, നമുക്കൊരു ഹോട്ടലിൽ താമസിക്കാം, 50 രൂപയും കൂടി എക്സ്ട്രാ ഉണ്ടല്ലോ എന്ന് മുത്തശ്ശി പറയാണ്.
ഏർലി നെക്സ്റ്റ് മോർണിംഗ് ഇൻ എ ലൈറ്റ് ഡ്രിസിൽ ഗ്രാനി ആൻഡ് മണി സെറ്റ് ഔട്ട് ഓൺ ദി പാത്ത് ടു നെയിൻ. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ മണിയും ഗ്രാൻഡ് മദറും കൂടി നെയിനിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ദർ വാസ് എ ലിറ്റിൽ ഡ്രിസിൽ എന്ന് പറയുന്നുണ്ട്. ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ ചെറിയ മഴ, അതായത് ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. മണി ക്യാരിഡ് എ സ്മോൾ ബെഡിങ് റോൾ ഓൺ ഹിസ് ഷോൾഡേഴ്സ്. അപ്പം മണിയുടെ കയ്യിൽ അവർക്ക് കിടക്കേണ്ട ആ ഒരു ബെഡ് ഇങ്ങനെ റോൾ ചെയ്ത് മണി ഇങ്ങനെ ഷോൾഡറിൽ പിടിച്ചിട്ടുണ്ട്. ഗ്രാനി ക്യാരിഡ് എ ലാർജ് ക്ലോത്ത് ഷോപ്പിംഗ് ബാഗ് ആൻഡ് ആൻ അംബ്രല. ഗ്രാനിയുടെ കയ്യിലാണെങ്കിലോ ഒരു ഷോപ്പിംഗ് ബാഗുണ്ട്, അതുപോലെ തന്നെ ഒരു അംബ്രലയുണ്ട്. വെനെവർ യു ഫീൽ ടയർഡ് വി വിൽ ടേക്ക് റെസ്റ്റ് സെഡ് മണി. അപ്പം മണി പറയണം, മുത്തശ്ശിക്ക് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടോ ക്ഷീണമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പറയണം, നമ്മൾ അപ്പം റെസ്റ്റ് എടുക്കുമെന്ന് മണി പറയുവാണ്. വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയണം, നമ്മൾ യാത്ര തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇപ്പോൾ തന്നെ റെസ്റ്റ് ചെയ്യണ കാര്യമൊക്കെ നീ എന്തിനാ പറയുന്നത്? വി വിൽ റെസ്റ്റ് വെൻ യു ആർ ഹംഗ്രി. നിനക്ക് വിശക്കുമ്പോൾ നീ പറ, നമുക്കപ്പോൾ റെസ്റ്റ് എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ദേ വാക്ക്ഡ് അറ്റ് എ സ്റ്റഡി പേസ് വിതൗട്ട് ടോക്കിംഗ് ടു മച്ച്. അങ്ങനെ അവർ നടന്നിങ്ങനെ പോവുകയാണ്. അതായത് അധികം ഇതൊന്നുമില്ലാതെ ഒരു കുഴപ്പമില്ലാത്ത ഒരു സ്പീഡിൽ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം സംസാരിക്കുന്നൊന്നുമില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് ബസ് സ്റ്റോപ്പിലെത്തണം. എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് വേൾഡ് ഓവർ ഹെഡ് ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ എഗെയിൻസ്റ്റ് ദ സോംബർ സ്കൈ. അപ്പോൾ പോണ വഴിക്കെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം തത്തകൾ ഇങ്ങനെ പറക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ എഗെയിൻസ്റ്റ് സോംബർ സ്കൈ, അതായത് സ്കൈയിൽ നല്ല കളറ്. സോംബർ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഡള്ളിൻ കളറായിട്ട്, അതായത് ഇങ്ങനെ ഏർലി മോർണിംഗ് ആണല്ലോ, അപ്പം ഇങ്ങനെ ആ ഒരു ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ, അതായത് ഭംഗിയുള്ള ലൈറ്റ് വെളിച്ചമൊക്കെ ഇങ്ങനെ പോവാണ് ഈ ഒരു സോംബർ സ്കൈ. സോംബർ സ്കൈ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡാർക്ക് ആൻഡ് ഡൾ ഇൻ കളർ എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു നല്ല കളറോട് കൂടി ഇങ്ങനെ സ്കൈ ഒക്കെ ഇങ്ങനെ പോവാണ്. അങ്ങനെ അവരതൊക്കെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകുന്നു. തത്തകളുടെ കൂട്ടം പറന്നു പോകുന്നു. ദർ വർ നോ അതർ സൗണ്ട്സ്. പ്രത്യേകിച്ച് സൗണ്ടുകളൊന്നുമില്ല എക്സെപ്റ്റ് ഫോർ ദ ഹിസ് ആൻഡ് ജെൻറ്റിൽ പാറ്റർ ഓഫ് ദി റെയിൻ. അതായത് മഴയുടെ ആ ഒരു ചെറിയ ചന്നം പിന്നെ മഴ പെയ്യുന്നതിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ശബ്ദമൊന്നും കേൾക്കാനില്ല. മണി സ്റ്റോപ്പ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക് ബെറീസ് ഫ്രം എ ബുഷ്. മണിയാണെങ്കിൽ എന്താ പോണ വഴിയൊക്കെ ബ്ലാക്ക് ബെറീസ് പറിച്ച് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഗ്രാനി വാസ് ഇൻ ഫോണ്ട് ഓഫ് ബെറീസ് ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൻ ഹെർ പേസ്. ഗ്രാനിക്കാണെങ്കിൽ ബ്ലാക്ക് ബെറീസ് ഒന്നും ഇഷ്ടമൊന്നുമല്ല. ഗ്രാനി എന്താ ചെയ്യുന്നത്? ഗ്രാനി ഡിഡ് നോട്ട് സ്ലാക്കൻ ഹെർ പേസ്. അതായത് സ്ലാക്കൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താണ്, സ്പീഡൊന്നും കുറയ്ക്കുന്നില്ല. അവർ പോയ സ്പീഡിൽ തന്നെ ഗ്രാനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മണി ഹാഡ് ടു റൺ ക്യാച്ച് അപ്പ് വിത്ത് ഹെർ. മണിയാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ബ്ലാക്ക് ബെറിയൊക്കെ തിന്നുകൊണ്ട് നടക്കുന്നു കണ്ടിട്ട് മുത്തശ്ശി പെട്ടെന്ന് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ മണി വീണ്ടും ഓടിച്ചെല്ലുന്നു, മുത്തശ്ശിയെ ഫോളോ ചെയ്യുന്നു, പിന്നെയും ബ്ലാക്ക് ബെറീസ് പറിക്കുന്നു, അങ്ങനെ പോവാണ്. സൂൺ ഹിസ് ലിപ്സ് വർ പർപ്പിൾ വിത്ത് ജ്യൂസ് ഫ്രം ദി ബെറീസ്. അതായത് അവൻ്റെ ലിപ്സൊക്കെ, അതായത് അവൻ്റെ ചുണ്ടൊക്കെ ഈ ഒരു പർപ്പിൾ കളറായി തുടങ്ങി, അതായത് ഈ ബ്ലാക്ക് ബെറീസ് കഴിച്ചിട്ട്. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. അപ്പം മഴ ഏകദേശമൊക്കെ അവസാനിച്ചു, സൂര്യനെ കാണാൻ തുടങ്ങി. ബിലോ ദം ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ് സ്റ്റുഡ് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ദി ഫോറസ്റ്റ് ആൻഡ് ദ ഹിൽസ് വേർ ബേത്ഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ. മണി റാൻ ഹെഡ്. പിന്നെ ആ ഭംഗിയാണ് പറയുന്നത്, മഴയൊക്കെ മാറി വെയിലൊക്കെ വരുവാണ്. ചെറിയ ആ ഒരു ലൈറ്റ് ഫോറസ്റ്റിലേക്ക്, ആ ഒരു ഡാർക്ക് ഗ്രീൻ ഫോറസ്റ്റിലേക്ക് ആ ഒരു സൂര്യൻ കടന്നു വരുന്നു. അപ്പോൾ ആ ലൈറ്റ് ഒരു ഷെയ്ഡ് അങ്ങനെ വരുന്നു. അങ്ങനെ അവർ കുന്നുകളൊക്കെ താണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ കുന്നുകൾ മലകളൊക്കെ ഈ ഗോൾഡൻ സൺഷൈനിൽ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് കളർ കാണുന്നു. മണിയും മുത്തശ്ശിയെ ഫോളോ ചെയ്ത് അങ്ങ് പോവുകയാണ്. ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി ഹി കോൾഡ്. അപ്പം അവൻ ചോദിക്കുകയാണ്, ഗ്രാനിക്ക് കാണാനൊക്കെ പറ്റുന്നുണ്ടോ? ഐ ക്യാൻ സീ ദ പാത്ത്, ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്, ദാറ്റ്സ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ. അപ്പോൾ ഗ്രാനി പറയണേ, എനിക്ക് വഴിയൊക്കെ കാണാം, പിന്നെ നിൻ്റെ വൈറ്റ് ഷർട്ട് എനിക്ക് കാണാം, അത്രയും പോരെ, അത് തന്നെ മതി, ഇത്രയും മതി, ഈ ഒരു യാത്രയ്ക്ക് ഇത്രയൊക്കെ കണ്ടാൽ മതി എന്ന് ഗ്രാനി പറയുകയാണ്. ഗ്രാനി ആൻഡ് മണി എയ്റ്റ് ദെയർ ലൈറ്റ് മീൽ ഓൺ ദ റോഡ് സൈഡ്. പോകുന്ന വഴിക്ക് ഗ്രാനിയും മണി എന്ത് ചെയ്യാണ്, അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്നു റോഡ് സൈഡിലിരുന്ന്. ഇൻ ദ ഷെയ്ഡ് ഓഫ് വിസ്പറിങ് പൈൻ, ഒരു പൈൻ മരത്തിൻ്റെ ആ ഒരു തണലിൽ ഇരുന്നിട്ട് അവരതൊക്കെ കഴിക്കുവാണ്. ആൻഡ് ഡ്രാങ്ക് ഫ്രം എ സ്പ്രിങ്, അതായത് അരികിലൂടെ ഒരു അരുവി പോകുന്നുണ്ട്, അരുവിയിലെ വെള്ളമൊക്കെ അവർ കുടിക്കുകയാണ്. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദേ വർ ഡയറക്ട്ലി എബവ് നെയിൻ. അങ്ങനെ ഏകദേശം ഒരു ആഫ്റ്റർനൂണിനൊക്കെ ആ ഒരു കഴിഞ്ഞ് ആ ഒരു ലേറ്റ് ആഫ്റ്റർനൂണൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവർ ഏകദേശം ആ ഒരു നെയിൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. വി ആർ ഓൾമോസ്റ്റ് ദെയർ സെഡ് മണി. അപ്പം മണി പറഞ്ഞു, ഏകദേശം നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. അങ്കിളുടെ വീടിനടുത്തുള്ള ടെമ്പിൾ എനിക്ക് കാണാം. അപ്പോൾ ഇവർക്കൊരു അങ്കിളുടെ വീട് അവിടെ ഉണ്ട്. ഐ ക്യാൻ സീ എ തിങ് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറഞ്ഞു, എനിക്കൊന്നും കാണാനൊന്നും പറ്റുന്നില്ല എന്ന് പറയുവാണ്.
ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. ദർ ഇസ് എ തിക്ക് മിസ്റ്റ് ഓഫ് കമ്മിങ് അപ്പ് ദി വാലി. അപ്പോൾ ഗ്രാനി പറയുകയാണ് അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അവിടെ ഇങ്ങനെ എന്താണ് ഈ മിസ്റ്റ്, അതായത് ഇങ്ങനെ മൂടൽമഞ്ഞൊക്കെ പോലെ ഇങ്ങനെ അതങ്ങനെയൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ്, അവിടെ ഒരു വാലിയുടെ ഇങ്ങനെ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് കണ്ണിന് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല കണ്ണ് എന്ന് പറയുവാണ്. ഇറ്റ് ബിഗാൻ റെയിനിങ് ഹെവിലി ആസ് ദേ എൻറ്റേർഡ് ദ സ്മോൾ മാർക്കറ്റ് ടൗൺ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. അങ്ങനെ അവർ ഏകദേശം പിന്നെ നടന്നു പോകുമ്പോഴേക്കും അവരൊരു സ്മോൾ മാർക്കറ്റ് ടൗണിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും മഴ വീണ്ടും ഒന്ന് കൂടി, മഴ കൂടുതൽ വരികയാണ്. ആൻഡ് ഗ്രാനീസ് അംബ്രല്ല വാസ് ലീക്കിംഗ് ബാഡ്ലി. ഗ്രാനി ആണെങ്കിൽ അംബ്രല്ലയൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ എന്താ പ്രശ്നം, അംബ്രല്ല ആണെങ്കിൽ ചോരുന്ന അംബ്രല്ല, ലീക്കിംഗ് ആണ്. ബട്ട് ദേ വർ സൂൺ ഡ്രൈയിങ് ദംസെൽസ് ഇൻ അങ്കിൾസ് ഹൗസ് ആൻഡ് ഡ്രിങ്കിങ് ഗ്ലാസ് ഓഫ് ഹോട്ട് സ്വീറ്റ് മിൽക്ക് ടീ. അങ്ങനെ അവർ അങ്കിളുടെ വീട്ടിലെത്തിയിട്ട് അവർക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ചെയ്യാം, അവർക്ക് കുറച്ച് മിൽക്കി ടീ ഒക്കെ കുടിക്കാം, അങ്കിളുടെ വീട്ടിൽ വിശ്രമിക്കാം. എന്തായാലും അങ്ങോട്ട് നമ്മൾ എത്തുകയാണ് എന്ന് പറയാം. മണി ഗോട്ട് അപ്പ് ഏർലി ഇൻ ദ നെക്സ്റ്റ് മോർണിംഗ് ആൻഡ് റാൻ ഡൗൺ ദ നാരോ സ്ട്രീറ്റ് ടു ബേത്ത് ഇൻ ദ റിവർ. അങ്ങനെ അങ്കിളുടെ വീട്ടിൽ ചെന്നു, അങ്ങനെ എല്ലാം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ അവർ എന്താ പറയുക പോകാനായിട്ടുള്ള തിടുക്കത്തിലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മണി എന്താ ചെയ്യുന്നത്, രാവിലെ തന്നെ ഓടുകയാണ് കുളിക്കാനായിട്ട്, റിവറിൽ പോയിട്ട് കുളിക്കാൻ വേണ്ടി മണി ഓടുകയാണ്. ആസ് മണി ഡ്രസ് ഹി ഹേർഡ് ദ ബ്ലെയർ ഓഫ് ബസ് ഹോൺ. മണി കുളിച്ചു കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഇടുന്ന സമയത്ത് മണി കേൾക്കുകയാണ് എന്താ, ദ ബ്ലെയർ ഓഫ് ബസ് ഹോൺ. ബ്ലെയർ എന്ന് പറയുന്നത് ലൗഡായിട്ടുള്ള നമ്മുടെ ബസ്സിൻ്റെ ഹോൺ കേൾക്കുകയാണ്. ദർ വാസ് ഓൺലി വൺ ബസ് ടു മുസോറി. മുസോറിയിലേക്കാകെ ഒരൊറ്റ ബസ്സേ ഉള്ളൂ. ഹി സ്കാമ്പേർഡ് അപ്പ് ടു ദ സ്ലോപ്പ്. അവൻ എന്താ ഹി സ്കാമ്പേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടി മലഞ്ചെരുവുകളിലൂടെ ഓടി അവൻ എത്തുകയാണ്. വണ്ടറിങ് ഇഫ് ദാറ്റ് മിസ് ഇറ്റ്. അപ്പോൾ അവന് പേടിയുണ്ട്, ദൈവമേ ഈ ബസ് എങ്ങാനും പോകുമോ, മിസ്സാവുമോ. ബട്ട് ഗ്രാനി വാസ് വെയിറ്റിംഗ് ഫോർ ഹിം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. അവൻ നോക്കിയപ്പോൾ എന്താ, ഗ്രാനി അവിടെ റെഡി ആയിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. ഷീ ഹാഡ് ഓൾറെഡി ബോട്ട് ദ ടിക്കറ്റ്സ്. ഗ്രാനിയുടെ കയ്യിലാണെങ്കിലോ ടിക്കറ്റ്സും ഉണ്ട്. ദ ബസ് വാസ് ഓൾഡ് ആൻഡ് റിക്കറ്റി ആൻഡ് റാറ്റിൽഡ് ആൻഡ് സോ മച്ച് ദാറ്റ് ദ പാസഞ്ചേഴ്സ് കുഡ് ബെയർലി ഹിയർ ദംസെൽസ് സ്പീക്കിംഗ്. പിന്നെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഈ കയറി ബസ്സെന്ന് പറഞ്ഞാൽ വാസ് വെരി ഓൾഡ്, അത് നല്ല പഴക്കമുള്ള പഴയ ബസ്സാണ്, റിക്കറ്റിയാണ്. റിക്കറ്റി എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ രീതിയിലുള്ള ഒരു രീതിയിലാണ് ആ ബസ് പണിതിരിച്ചിരിക്കുന്നത്. ആൻഡ് റാറ്റിൽഡ് എന്ന് പറയുന്നുണ്ട്. റാറ്റിൽഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കലവില എന്തൊക്കെയോ അഴിഞ്ഞു വീഴുന്ന പോലത്തെ ഒരു ശബ്ദമൊക്കെ കേൾക്കാം ഈ വണ്ടി ഓടുമ്പോൾ. സോ പാസഞ്ചേഴ്സ് കുഡ് ബെയർലി ഹിയർ ദംസെൽസ് സ്പീക്കിംഗ്. പാസഞ്ചേഴ്സിന് പോലും തമ്മിലൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, കാരണം ഈ ബസ്സിൻ്റെ ഒച്ച കാരണം അത്രയും ഒരു മോശമായിട്ടുള്ള ഒരു ബസ്സാണ് ഇവർ പോകുന്നത്. ദ ഡ്രൈവർ ഡ്രോവ് അറ്റ് സം സ്പീഡ് ആൻഡ് വെനെവർ ഹി വെൻ റൗണ്ട് എ ബാൻഡ് എവരി വൺ ഇൻ ദ ബസ് വാസ് ത്രോൺ അബൌട്ട്. അതായത് ഡ്രൈവർ ഇങ്ങനെ കുഴപ്പമില്ലാത്തൊരു സ്പീഡിലൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങാനും അദ്ദേഹം സ്പീഡ് കൂട്ടി ഒന്ന് വളച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബസ്സിലുള്ള ആൾക്കാരൊക്കെ എന്താണ് പുറത്തോട്ട് ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്, കാരണം അത്രയും ഒരു നല്ല സ്ലോപ്പിലൂടെയാണ് ഇവർ പോകുന്നത്. ഇവരുടെ ബസ്സാണെങ്കിൽ കൊള്ളത്തുമില്ല. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദി നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ ഗ്രാനി ഫെൽ അസ്ലീപ്, ഹെർ ഹെഡ് റെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് മണീസ് ഷോൾഡർ. ഇത്രയും ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടെങ്കിലും ഗ്രാനി നല്ല രീതിയിൽ ഉറക്കത്തിലേക്ക് പോവാണ്. ഇത്രയും നോയ്സും കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിലും ഗ്രാനി ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഹെർ ഹെഡ് റെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് മണീസ് ഷോൾഡർ. മുത്തശ്ശിയുടെ തല പതുക്കെ മണിയുടെ ഷോൾഡറിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് വീഴുകയാണ്, അതായത് മുത്തശ്ശി ഉറക്കത്തിലേക്ക് പോവാണ്. സഡൻലി ദ ബസ് കെയിം ടു എ ഗ്രൈൻഡിങ് ഹോൾ. പെട്ടെന്നാണ് ഒരു വലിയൊരു ഗ്രൈൻഡിങ് ഹോൾട്ട്, അതായത് ഭയങ്കര എന്തോ പൊടിഞ്ഞു വീഴുന്ന പോലത്തെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുകയാണ്. പീപ്പിൾ വർ ത്രോൺ ഫോർവേഡ് ഇൻ ദ സീറ്റ്സ്. ആളുകളൊക്കെ എന്താണ് പെട്ടെന്ന് ചാടി എണീക്കുന്നു, കുറേ പേര് പുറത്തേക്കൊക്കെ നോക്കുന്നു, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. വാട്ട്സ് ഹാപ്പനിങ്, എന്താ സംഭവിക്കുന്നത്. ഗ്രാനി ആസ്റ്റ് ഹാവ് യു അറൈവ്ഡ്. അപ്പോൾ ഗ്രാനി പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് പറയുകയാണ്, നമ്മൾ എത്തിയോ, ഇത്ര പെട്ടെന്ന് എത്തിയോ എന്ന് ഗ്രാനി ചോദിക്കുകയാണ്. നോ സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദ റോഡ് സെഡ് മണി. അപ്പോൾ മണി പറയുകയാണ്, ഇല്ല മുത്തശ്ശി, അവിടെ എന്തൊക്കെയോ റോഡിൽ എന്തോ ബ്ലോക്കുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ് എക്സ്ക്ലെയിംഡ് സമ്മൺ. അപ്പോൾ ആര് പറഞ്ഞു, ഇത് മണ്ണിടിച്ചിലാണ്, അതായത് ഉരുൾപൊട്ടൽ പോലത്തെ ഒരു പ്രതിഭാസമാണ്. ആൻഡ് ഓൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദെയർ ഹെഡ്സ് ഔട്ട് ഓഫ് ദ വിൻഡോസ് ടു ടേക്ക് എ ലുക്ക്. ഇത് കേട്ടപ്പോൾ തന്നെ പാസഞ്ചേഴ്സ് എല്ലാം പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്, എന്താണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതെന്ന് കാണാനായിട്ട്. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. പറഞ്ഞ പോലെ തന്നെ അതൊരു വലിയ മണ്ണിടിച്ചിലാണ്, അതായത് പാറകൾ ഇങ്ങനെ ഇവർ പോകുന്ന ഈ സ്ലോപ്പാണല്ലോ, അപ്പോൾ ഈ സ്ലോപ്പിലേക്ക് പാറകളും മണ്ണും ഒക്കെ കൂടി ഇങ്ങനെ ഇടിഞ്ഞ് വീണിരിക്കുവാണ്. earth, trees and bushes had given way and come crashing down, completely blocking the road. കുറേ ട്രീസും അതുപോലെ ബുഷസും മണ്ണും ഒക്കെ കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇവരുടെ റോഡിലേക്ക് വീഴുകയാണ്. റോഡാണെങ്കിൽ ബ്ലോക്കുമായി. നോ വാസ് ഇറ്റ് ഓവർ യെറ്റ്. ഇത് തീർന്നിട്ടൊന്നുമില്ല. ഡെബ്രീസ് വാസ് സ്റ്റിൽ ഫോളിങ്. ഇങ്ങനെ അവശിഷ്ടങ്ങൾ, ഡെബ്രീസ് മീൻസ് അവശിഷ്ടങ്ങൾ എന്നാണ് കേട്ടോ അർത്ഥം. ഡെബ്രീസ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്, അതായത് ലാൻഡ് സ്ലൈഡ് തീരുന്നില്ല, മണ്ണിടിച്ചിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മണി സോ റോക്സ് ഹേർഡ്ലിംഗ് ഡൗൺ ദ ഹിൽ ആൻഡ് ഇൻ ടു ദ റിവർ. മണി കാണുകയാണ് റോക്സ് ഒക്കെ എന്താണ് ഇങ്ങനെ വെള്ളത്തിലൊക്കെ വന്ന് വീഴുന്നുണ്ട്, പുഴയിലേക്ക് വന്ന് വീഴുന്നുണ്ട്.
കുറേ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് നാനി പെട്ടെന്ന് മുത്തശ്ശി കണ്ടിട്ട് നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിന് പറ്റിയൊരു സ്ഥലമല്ലല്ലോ ഇത് എന്ന് ഗ്രാനി പറയുവാണ്. ഒബ്സർവ്ഡ് ഗ്രാനി ഹൂ കുഡിൻ see, and even as she spoke, a shower of stones and small rocks came clattering down on the roof of the bus. അതായത് ഈ ആളുകളും ഈ മുത്തശ്ശി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഷവർ ഓഫ് സ്റ്റോൺസ് ആൻഡ് സ്മോൾ റോക്സ് ക്ലാറ്ററിങ് ഡൗൺ ഓൺ ദ റൂഫ് ഓഫ് ദി ബസ്. അതായത് ഇവരുടെ ബസ്സിൻ്റെ മീതിയിലേക്കൊക്കെ ഈ സ്മോൾ റോക്സും സ്റ്റോൺസൊക്കെ ഇങ്ങനെ നിർത്താതെ വീണുകൊണ്ടിരിക്കുകയാണ്. പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ അലാം. ആളുകൾ ഇങ്ങനെ പേടിച്ച് കരയാനൊക്കെ തുടങ്ങി. ഡ്രൈവർ ബിഗാൻ റിവേഴ്സിങ്. അയാൾ ഡ്രൈവറാണെങ്കിൽ എന്താണ്, റിവേഴ്സ് എടുക്കാൻ തുടങ്ങുകയാണ്, അതായത് തിരിച്ച് പോകാമെന്ന് ഉദ്ദേശിക്കുകയാണ്. ആസ് മോർ റോക്സ് കെയിം ക്രാഷിങ് ഡൗൺ. കൂടുതൽ മണ്ണും അതുപോലെ തന്നെ റോക്സും ഒക്കെ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുകയാണ്. അതായത് മണ്ണിടിച്ചിൽ തീരുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പാർട്ട് 1 എൻഡ് ചെയ്യാണ്. ബിക്കോസ് പാർട്ട് 1 and 2 ഒരുമിച്ചിട്ടാൽ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. So for more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. So part 2 next video നമ്മൾ കാണുന്നതായിരിക്കും. Thank you so much.